ഗംഭീരമായി തന്നെ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട പ്രാക്ടീസൊക്കെ നമ്മൾ കാലിക്കറ്റ് ട്രേഡ് സെന്ററിനകത്ത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണി മുതൽ തന്നെ ഈ ഹാളിനകത്തേക്ക് ആയിരക്കണക്കിന് പ്രേക്ഷകരെ ഉൾക്കൊള്ളാൻ മാത്രം വ്യാപ്തിയുള്ളതാണ് കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ഇതിലേക്ക് നമ്മൾ 4 മണി തൊട്ട് തന്നെ പ്രേക്ഷകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പ്രവേശനം സൗജന്യമായിരിക്കും. 1000-ഓളം കൂപ്പണുകളാണ്, പാസുകളാണ് സൗജന്യമായിട്ട് നമ്മൾ നൽകുക. ഈ കൂപ്പണുകൾ, പാസുകൾ ഈ സരോവരം പാർക്കിന് എതിർവശത്തുള്ള ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും കോഴിക്കോട് റീജിയണൽ ഓഫീസിൽ വെച്ച് സൗജന്യമായി നൽകുന്നുണ്ട്. അവിടെ നമ്മളതിന് പ്രത്യേകമായ ഒരു സജ്ജീകരണം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സദസ്സ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പ്രേക്ഷകരെ ഉൾക്കൊള്ളാൻ മാത്രം പര്യാപ്തമായതാണ്. വൈകിട്ട് 6 മണിക്കായിരിക്കും പരിപാടി ആരംഭിക്കുക എങ്കിൽ കൂടി 4 മണിയോടുകൂടി തന്നെ നമ്മൾ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും. നമ്മൾ ഇപ്പോൾ വേദിയിൽ കാണാം, അവസാനഘട്ട പ്രാക്ടീസുകളാണ്. നമ്മളൊരു ദൃശ്യ നൃത്ത വിസ്മയമായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. രാജ്യത്തെ തന്നെ മികച്ച സംഗീതജ്ഞന്മാർ ഇവിടെ എത്തും. അവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അവരുടെ ഭാഗമായിട്ട് തന്നെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ ഇവിടെ അരങ്ങേറും. 4 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് പ്രേക്ഷകരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഇത് വലിയൊരു വിജയമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകൾ, പ്രാക്ടീസുകൾ, പരിശീലനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയോളമായി നമ്മൾ ഫ്ലവേഴ്സിന്റെ ഈ മ്യൂസിക് അവാർഡ്സ് ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതുവരെ കേരളക്കര കണ്ടിട്ടില്ലാത്ത രീതിയിൽ മനോഹരവും വിജയകരവുമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മൾ ഈ ട്രേഡ് സെന്റർ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തിയിലേക്ക്, അതായത് പ്രേക്ഷകരെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേരളം കണ്ടിട്ടില്ലാത്ത അത്ര രീതിയിൽ വളരെ മനോഹരമാക്കി വിജയകരമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും സമയമൊന്നും നോക്കാതെ തന്നെ എല്ലാവരും പ്രാക്ടീസിൽ മുഴുകിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ മ്യൂസിക് അവാർഡ്സ് നൽകാൻ തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. മികച്ച ഗായകനുള്ള അവാർഡ് സിദ്ധു ശ്രീറാമിനായിരിക്കും നമ്മൾ നൽകുന്നത്. ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക്, കോഴിക്കോടിന്റെ സ്വന്തം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകൾ നൽകുന്നുണ്ട്.